ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചീരത്തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ഒരു തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം അളവിലുള്ള ചീര കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ, തീരെ വലുതാവരുത് എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേവാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. 3-4 അല്ലി വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 അല്ലി വെളുത്തുള്ളിയാണ് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. ഒരു മീഡിയം സൈസ് സവോള അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒരല്പം സോഫ്റ്റായി വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചീര ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളിത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. ചീരയിൽ തന്നെ ഒരല്പം വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നന്നായിട്ട് തവി ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഉടച്ച് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചീരത്തോരൻ ഇവിടെ റെഡിയായി.